ഹലോ എവ്രി വൺ വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് ഞാൻ എങ്ങനെയാണ് സയൻസ് വിഷയങ്ങൾ പഠിച്ചത്, എങ്ങനെയാണ് കെമിസ്ട്രി ഫിസിക്സൊക്കെ ഫുൾ മാർക്ക് എങ്ങനെയാണ് വാങ്ങിച്ചെടുത്തത്, എങ്ങനെയാണ് പഠിച്ചത്, അതിൻ്റെ ടിപ്സും ട്രിക്സും ഒക്കെ എന്താണ് എന്ന് കുറേ പേര് ചോദിച്ചിരുന്നു. അപ്പോൾ അതൊക്കെ ഷെയർ ചെയ്യാനാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീഡിയോയിലോട്ട് പോകാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റിലെ തന്നെ ഞാനാണെങ്കിൽ മെയിനായിട്ടും യൂട്യൂബ് ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള ഒരാളായിരുന്നു. യൂട്യൂബ് ക്ലാസ്സസ് സൈലം ആൻഡ് എക്സാമിന് യൂട്യൂബ് ക്ലാസ്സസ് ഡിപ്പെൻഡ് ചെയ്ത് പഠിച്ച ഒരാളാണ് ഞാൻ. ആൻഡ് ഫസ്റ്റ് ഓണം എക്സാം തൊട്ടേ ടോപ്പ് സ്റ്റുഡൻ്റ് ആയിട്ടുള്ള ആളായിരുന്നില്ല ഞാൻ. ലാസ്റ്റ് മോഡൽ എക്സാമിന് പോലും എനിക്ക് ഫുൾ A+ ഉണ്ടായിരുന്നില്ല, 8 A+ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ഞാൻ എനിക്ക് SSLCയിൽ അപ്പോൾ ഫുൾ മാർക്ക് വാങ്ങിക്കാൻ പറ്റുമെങ്കിൽ ഞാൻ ലാസ്റ്റ് മോഡൽ എക്സാം ആ ഒരു ടൈമിലാണ് ഞാൻ പഠിച്ചു തുടങ്ങിയത്. അങ്ങനെയാണെങ്കിൽ ഇനിയുള്ള ദിവസം പഠിച്ചാലും നിങ്ങൾക്കും ഫുൾ A+ വാങ്ങിക്കാൻ പറ്റും. ആൻഡ് ഇവിടെ ഫുൾ മാർക്ക് കിട്ടിയില്ലെന്നും പറഞ്ഞാൽ അങ്ങനെ ഒരു പ്രശ്നം മാർക്കിൽ ഒരു കാര്യമില്ല. ഇവിടെ A+ലാണ് 10th കാര്യം. മാർക്കിൽ ഇമ്പോർട്ടൻസ് ഉള്ളത് +1 ആൻഡ് +2 ആണ്. അപ്പം ഇനിയുള്ള ദിവസം പഠിച്ചാലും നല്ലപോലെ ഹാർഡ് വർക്ക് ചെയ്താൽ ഫുൾ A+ വാങ്ങിക്കാവുന്നേ ഉള്ളൂ. അപ്പം നമുക്ക് എങ്ങനെയാണ് പഠിച്ചത് നോക്കാം. കെമിസ്ട്രി എന്ന് പറയുമ്പോൾ എനിക്ക് കമ്പാരിറ്റീവ്ലി കുറച്ച് ഇൻട്രസ്റ്റ് ഉള്ള സബ്ജക്റ്റാണ് കെമിസ്ട്രി. അപ്പോൾ കെമിസ്ട്രിയും ഫിസിക്സ് എനിക്ക് കുറച്ച് പാടായിരുന്നു. ന്യൂമറിക്കൽസൊക്കെ നല്ല പാടായിരുന്നു. അപ്പം ഞാൻ ന്യൂമറിക്കൽസൊക്കെ ഒരുപാട് ചെയ്ത് പഠിച്ചതെന്ന് വെച്ചാൽ എനിക്ക് ഫിസിക്സ് ഒരു ഗൈഡ് ഉണ്ടായിരുന്നു, എക്സാമിനറിൻ്റെ ഗൈഡ് ഉണ്ടായിരുന്നു, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ്റെ ഒരു കളക്ഷൻ ഗൈഡ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഗൈഡ് യൂസ് ചെയ്താണ് ഒരുപാട് ഞാൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്തിരുന്നു. ആൻഡ് നമ്മൾ കെമിസ്ട്രിയും ഫിസിക്സും ഒക്കെ ആദ്യമേ ഇനിയിപ്പം ടെക്സ്റ്റ് വായിച്ച് നോക്കാൻ സമയമില്ല. അതുകൊണ്ട് തന്നെ യൂട്യൂബിൽ ഒരുപാട് മാരത്തോൺ ലൈവ്സ് ഉണ്ട്. അപ്പോൾ മാരത്തോൺ ലൈവ്സും യൂട്യൂബ് ലൈവ്സും ഒക്കെ കണ്ടിട്ട് കൺസെപ്റ്റ് ക്ലിയർ ആക്കി നമുക്കിപ്പോൾ ലൈവിൽ തന്നെ കുറേ ക്വസ്റ്റ്യൻസ് അവർ ചെയ്യിപ്പിക്കും. അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് അതിൻ്റെ കൂടെ തന്നെ ചെയ്തു പോകും. പിന്നെ ലൈവ് പിന്നത്തേക്ക് കാണാമെന്ന് പറഞ്ഞ് മാറ്റി വെച്ചാൽ നമുക്കത് പിന്നെ ഭയങ്കര സ്ട്രെസ്സാവും. പിന്നെ ടൈം മാനേജ് ചെയ്യാൻ പറ്റാതെ അങ്ങനെയൊക്കെ വരും. അപ്പോൾ കൂടുതലും ലൈവ് എടുക്കുന്ന സമയത്ത് തന്നെ കാണാൻ ശ്രമിക്കുക. ആൻഡ് ഫിസിക്സ് ഒരുപാട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക. ഫിസിക്സ് നമുക്ക് വെയിറ്റേജ് ഉള്ള ചാപ്റ്റർ, ഇനിയുള്ള ദിവസം വെയിറ്റേജ് കൂടിയുള്ള ചാപ്റ്റേഴ്സ് ആദ്യം പഠിച്ചു പോവുക. ആൻഡ് വെയിറ്റേജ് കുറഞ്ഞ ചാപ്റ്റർ ലാസ്റ്റിലേക്ക് പഠിക്കാൻ വെക്കുക. അപ്പോൾ ന്യൂമറിക്കൽസ് ഒക്കെ നല്ലപോലെ ചെയ്ത് പഠിക്കുക. ഇക്വേഷൻസ് എങ്ങനെയാണ് നമുക്ക് യൂസ് ചെയ്യേണ്ടത്, ഇക്വേഷൻസ് കാണാതെ മാത്രം പഠിച്ചു വെച്ചാൽ നമുക്ക് എങ്ങനെയാണ് ആ ഇക്വേഷൻസ് യൂസ് ചെയ്യുന്നത് എന്ന് ക്വസ്റ്റ്യൻ പേപ്പർ വരുമ്പോൾ നമ്മൾ മറന്നു പോകും ചിലതൊക്കെ. അപ്പോൾ അതിന് മെയിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ആദ്യം ഫിസിക്സ് ഒരു പേപ്പറിൽ നമ്മൾ ഫിസിക്സ് ഫോർമുലാസ് ഒക്കെ എഴുതി വെക്കുക. അതാകുമ്പോൾ എക്സാമിൻ്റെ തലേദിവസം നമുക്ക് അത് അനലൈസ് ചെയ്ത് നമുക്കത് വായിച്ച് വെച്ച് പോയാൽ മതി. അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്തിരുന്നു. ഞാൻ ഒരു ചെറിയൊരു നോട്ട് പാഡിൽ ഇതുപോലെ ഫിസിക്സിൻ്റെ ഓരോ ചാപ്റ്റർ ബേസ്ഡ് ഫോർമുലാസ് ഇങ്ങനെ എഴുതി വെച്ചിരുന്നു. അപ്പോൾ നമുക്ക് എക്സാമിൻ്റെ തലേദിവസം അത് ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു എനിക്ക്. നമുക്ക് ഓരോ ചാപ്റ്റേഴ്സ് ഇങ്ങനെ തപ്പി ഫോർമുലാസ് കണ്ടുപിടിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ആ ഒരു എഴുതി വെച്ച ആ ഒരു ഷീറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര യൂസായിരിക്കും. അപ്പോൾ പിന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒരു 2015 തൊട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം അങ്ങോട്ടുള്ള 2015 to 18 ക്വസ്റ്റ്യൻ പേപ്പറാണ് കുറച്ചും കൂടെ ഹൈ ലെവൽ ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ ചെയ്ത് പഠിച്ചാൽ ഇപ്പോൾ 2025 എക്സാം പാറ്റേൺ മാറുമെന്ന് എല്ലാവരും പറഞ്ഞു കേൾക്കുന്നു. അപ്പം നമ്മൾ അങ്ങനത്തെ ആ ഒരു ഹൈ ലെവൽ ക്വസ്റ്റ്യൻസ് ചെയ്താൽ ഇപ്പോൾ പാറ്റേൺ മാറിയാലും നമുക്ക് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. കാരണം നമ്മൾ നേരത്തെ ക്വസ്റ്റ്യൻ ചെയ്ത് പഠിച്ചതാണ്. അപ്പോൾ അതേ സെയിം ആ ഒരു ലെവലിലുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും പാറ്റേൺ മാറിയാലും വരിക. അപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസൊക്കെ എടുത്ത് വർക്കൗട്ട് ചെയ്യാൻ ശ്രമിക്കുക. ആൻഡ് ഈസിയാണ്. ഫിസിക്സും കെമിസ്ട്രിയും ഞാൻ അങ്ങനെ ആണ് പഠിച്ചത്. യൂട്യൂബ് ക്ലാസ്സസ് കണ്ട് കൺസെപ്റ്റ് ക്ലിയർ ആക്കി ഒരുപാട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡൗൺലോഡ് ചെയ്ത് സ്വന്തമായിട്ട് ആൻസർ എഴുതി നമ്മൾ തന്നെ ആൻസർ കീ ഗൂഗിളിൽ കാണും, അത് യൂസ് ചെയ്ത് കറക്റ്റ് ചെയ്ത് അങ്ങനെയാണ് ഞാൻ കെമിസ്ട്രി ആൻഡ് ഫിസിക്സ് പഠിച്ചത്. ആൻഡ് ബയോളജി എന്ന് പറയുമ്പോൾ നമ്മൾ കൺസെപ്റ്റ് മാത്രമുള്ള ഒരു സബ്ജക്റ്റാണ് ബയോളജി. അപ്പോൾ ബയോളജി ഇതുപോലെ യൂട്യൂബ് ക്ലാസ്സസ് കാണുക. ആൻഡ് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ പഠിക്കാൻ ശ്രമിക്കുക. ആൻഡ് ദെൻ റിവൈസ് ചെയ്യുക. പ്രോപ്പറായിട്ടുള്ളൊരു റിവിഷൻ ഇല്ലെങ്കിൽ എല്ലാം നമ്മൾ മറന്നു പോകും.
അപ്പം ബയോളജി നമ്മളിതുപോലെ ഒരു ഫ്ലോ ചാർട്ടൊക്കെ ആയിട്ട് പഠിക്കുന്നത് നല്ലതായിരിക്കും. മറ്റേ ഹോർമോൺസിൻ്റെ ചാപ്റ്റേഴ്സൊക്കെ ഇങ്ങനെ അഡ്രീനൽ ഗ്ലാൻഡ്, പീനിയൽ ഗ്ലാൻഡ് അങ്ങനെയുള്ള ഗ്ലാൻഡിലെയൊക്കെ ഹോർമോൺസ് ഏതൊക്കെയാണ് എന്ന് ഒരു A4 സൈസ് പേപ്പറിൽ അത് തീരുന്നേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെ എഴുതി പഠിക്കുക. ഞാൻ അങ്ങനെയാണ് പഠിച്ചത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും വീഡിയോ സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഞാൻ ഉറപ്പായിട്ടും ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു.